എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ റിസൾട്ട് വരുന്നതിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അർഹരായ ഉപഭോക്താക്കളെ കണ്ടെത്തുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കരട് നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരുടെ അനവധി സംശയങ്ങളുണ്ടാവും. അതിനൊക്കെയുള്ള ഒരു പരിഹാരം ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, വളരെ വൈകാതെ തന്നെ ലൈഫ് മിഷൻ്റെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ആർക്കൊക്കെ ഇടം നേടാനാകും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാർപ്പിടം ലഭിക്കാനായിട്ടുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ആദ്യഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ പാർപ്പിടം അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ആളുകൾക്ക് എല്ലാം തന്നെ പാർപ്പിടം നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് പുതുതായിട്ട് പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിച്ചു. അതേപോലെ ഭൂമിയും അതോടൊപ്പം തന്നെ പാർപ്പിടവും ഇല്ലാത്ത ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കുകയുണ്ടായി. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചപ്പോഴൊക്കെ നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന അന്നൊക്കെ സാമ്പത്തിക മുത്തിന് നേരിട്ട് തുടങ്ങിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ സുവർണാവസരം ആയിട്ടായിരുന്നു ലൈഫ് മിഷൻ്റെ 4ാം ഘട്ടത്തിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചത്. ഏകദേശം 6 ലക്ഷത്തോളം ആളുകളാണ് 4ാം ഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു പദ്ധതിയുടെ കരട് നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, ഇതിൻ്റെ മാനദണ്ഡങ്ങൾ വെളിയിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായവരുടെയും ലിസ്റ്റ് വേറെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അർഹരായവരുടെ ലിസ്റ്റ് മാത്രമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിരവധി സംശയങ്ങളുണ്ടാവും. എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം, അതിനുള്ള ഉത്തരങ്ങളായിട്ടുള്ളൊരു PDF ഫയലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള PDF ഫയലിൻ്റെത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു PDF ഫയൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്നും വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടുപിടാം. അതുവരേക്കും ഗുഡ് ബൈ.